ഭ്രാന്തന്റെ പ്രണയം ആൻ അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം 62. മോനെ അശ്വിനെ. പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അശ്വിന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചിന്നു വിളിച്ചു. എന്താടി? അവൻ സംശയത്തോടെ ചോദിച്ചു. നീ എന്താടാ പുറത്ത് നിൽക്കുന്നേ? അകത്തേക്ക് വാ, സാറ് പോയി. അവൾ ഇതുവരെ ഇല്ലാത്ത അത്രയും സ്നേഹത്തോടെ അവനോട് പറഞ്ഞു. ഓ പിന്നെ, ഇന്റർവെല് സമയത്തും ക്ലാസ്സിലിരിക്കുമല്ലോ എൻ്റെ പണി. ഒന്ന് പോയ പെണ്ണേ നീ. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. പന്നി, അവൾ പതിയെ പറഞ്ഞു. അവൻ അവളെ സംശയത്തോടെ നോക്കുന്നുണ്ട്. എടാ, നീ വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. ഫുഡൊന്നും കഴിക്കാറില്ലേ? അവൾ അവൻ്റെ കയ്യിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവനാണോ എന്ന പോലെ സ്വയം നോക്കുന്നുണ്ട്. അതെ, നല്ലോണം ക്ഷീണിച്ചടാ. അവൾ മുഖത്ത് സങ്കടം വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാനും സ്വാതിയായിട്ട് പിണക്കത്തിലാ. അതുകൊണ്ട് 2 ദിവസമായിട്ട് ഫുഡ് കഴിക്കൽ കുറവാ. അതായിരിക്കും. അവൻ ഇളിച്ചു. അയ്യേ നിഷ്കു. അവൾ അവനെ ദയനീയമായി നോക്കി. എന്തിനാ പിണങ്ങിയേ? അപ്പോ നിങ്ങളുടെ പ്രണയം പൊളിഞ്ഞോ? അവളിൽ സംശയം. പോടി പന്നി, നിന്റെ നാക്കിട്ട് അങ്ങനെയൊന്നും വളയ്ക്കാതെ. അവൻ അവളുടെ തലയിലൊന്ന് കൊട്ടി. അവൾ തല ഒഴിഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. അവളെ ഞാൻ പുറത്തേക്ക് പോവാൻ വരാൻ വിളിച്ചിട്ട് അവൾ വന്നില്ല. അതിനാ തെറ്റിയേ, അല്ലാതെ ഒന്നുമല്ല. അവൻ ചുണ്ടുകൊട്ടി. ഓ, അവളിൽ പുച്ഛം. അവരുടെ സംസാരം അല്പം കൂടി നീണ്ടുപോയി. അപ്പോഴേക്കും അടുത്ത പിരീഡിനുള്ള സമയമായി. അവൻ ക്ലാസ്സിലേക്ക് കയറിപ്പോയതും അവളൊന്ന് നിശ്വസിച്ചു. ആദിയെ കാണിക്കാൻ വേണ്ടി ഇനി അവൻ വരുമ്പോഴെല്ലാം അശ്വിനോട് കൂടുതൽ അടുത്തതുപോലെ പെരുമാറണമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. കുറച്ച് കുശുമ്പുള്ള മനുഷ്യനാ. അവനോടുള്ള ദേഷ്യത്തിനെങ്കിലും ചിലപ്പോൾ ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറഞ്ഞാലോ? ആദിയെക്കുറിച്ച് ഓർക്കവേ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. അതേ പുഞ്ചിരിയോടെ സ്റ്റാഫ് റൂമിന്റെ ഭാഗത്തേക്ക് നോക്കിയ ചിന്നുവിന്റെ കണ്ണ് മിഴിഞ്ഞുപോയി. അവളെ തന്നെ ദേഷ്യത്തോടെ നോക്കി അവിടെ നിൽക്കുന്നുണ്ട് ആദി. അവൾ അവനെ മിഴിഞ്ഞ കണ്ണോടെ നോക്കി. അവളെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഒന്ന് നോക്കി അവൻ വെട്ടിത്തിരിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അടിപൊളി, ചിന്നു സ്വയം പറഞ്ഞുപോയി. എൻ്റെ ദേവി, അങ്ങേരെ കാണുമ്പോൾ അശ്വിനോട് കുറച്ച് അടുത്തതുപോലെ സംസാരിക്കണമെന്ന് പ്ലാൻ ഇട്ടിട്ട് ഇത്ര വേഗം നീ എൻ്റെ പ്രാർത്ഥന കേട്ടോ? അവൾ മുകളിലേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു. ആ മുഖം കണ്ടാലറിയാ കുറേ നേരമായിട്ട് അവിടെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു എന്ന്. നന്ദിയുണ്ട് ദേവി. അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി. വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ചിന്നു മാളുവിനോട് എല്ലാം തുറന്നു പറഞ്ഞു. മാളുവിനും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. ആദി സാറിന് നിന്നോട് പ്രേമാകുമെന്ന് തമാശയ്ക്കൊന്ന് പറഞ്ഞതിന് അത് കണ്ടുപിടിക്കാൻ പിറകെ നടന്നവൾ ഒരിക്കൽ തന്നോട് വന്ന് പറഞ്ഞ കാര്യം മാളുവിന് ഇപ്പോൾ വീണ്ടും ഓർമ്മ വന്നു. എൻ്റെ ഏട്ടത്തി, ആദി സാർ എന്തൊരു സുന്ദരനാണല്ലേ. സ്വപ്നത്തിൽ ഞാൻ കാണാറുള്ള എൻ്റെ ഭർത്താവിൻ്റെ മുഖം. അവൾ ഇളിയോടെ പറഞ്ഞു. എന്ത്? നീയിപ്പോൾ എന്താ പറഞ്ഞേ? മാളു കണ്ണുരുട്ടി. ചിന്നു അവളെ നോക്കി ഇളിച്ചു കൊടുത്തു. അങ്ങേർക്ക് എന്നോട് ട്രൂ ലവ് ആണോന്ന് ടെസ്റ്റ് ചെയ്യാൻ നടന്നിട്ട് എനിക്ക് അങ്ങേരോട് ഇപ്പോൾ ട്രൂ ലവ് ആയോ എന്നൊരു സംശയമായിട്ടെത്തി. അവൾ ഇളിയോടെ പറഞ്ഞു. ചിന്നു? മാളു പകപ്പോടെ വിളിച്ചു. ഒന്നും പറയില്ല ഏട്ടത്തി. എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അവളുടെ ശബ്ദം ആർദ്രമായി. മാളു വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി. അവളുടെ കണ്ണുകളിലെ തിളക്കം, ആ ചൊടികളിൽ വിരിഞ്ഞ നാണത്തോടെയുള്ള പുഞ്ചിരി. മാളു അവളെ സൂക്ഷിച്ചു നോക്കി. പ്രണയം, അതെ, പ്രണയത്തിന്റെ പല ഭാവങ്ങൾ. അതോർക്കവേ അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒപ്പം മനസ്സിൽ തൻ്റെ പ്രിയപ്പെട്ടവന്റെ മുഖവും തെളിഞ്ഞു വന്നു. അപ്പൊ നിനക്ക് സാറിനോടുള്ള ദേഷ്യമൊക്കെ തീർന്നോ? മാളു കുറുമ്പോടെ ചോദിച്ചു. അതൊന്നും തീർന്നില്ല. അതിനുള്ള പ്രതികാരമൊക്കെ ഞാൻ അങ്ങേരോട് തീർത്തിരിക്കും. അവൾ വാശിയോടെ പറഞ്ഞു. എങ്ങനെ? മാളുവിന് സംശയം. അങ്ങേരുടെ ഒരു 5 മക്കളെങ്കിലും പ്രസവിച്ച് അങ്ങേരുടെ കയ്യിൽ വെച്ച് കൊടുക്കണം എനിക്ക്. അതും 5നും അങ്ങേർക്ക് ഇഷ്ടമില്ലാത്ത എൻ്റെ ഈ സ്വഭാവവും. അരേവാ, അങ്ങേര് ഇക്ഷ അഞ്ഞ വരയ്ക്കും എൻ്റെ മക്കളെ കൊണ്ട്. വരപ്പിക്കും ഞാൻ. അതാ ഞാൻ സ്വപ്നം കാണുന്ന കിനാശേരി. സ്കൂട്ടി വീട്ടിനു മുന്നിൽ നിർത്തിക്കൊണ്ട് അവൾ മാളുവിൻ്റെ കവിളിൽ പിടിച്ചു വലിച്ചു. മാളു അവളെ വായും തുറന്ന് നോക്കി നിന്നുപോയി. അയ്യേ, ഈ പെണ്ണ്. അവൾ കുറുമ്പോടെ ചിന്നുവിൻ്റെ കയ്യിലടിച്ചു. ചിന്നുവിന് ചിരി വന്നു. ഏട്ടന്മാരോട് പറയുന്നില്ലേ അനിയത്തി ഇങ്ങനെ ഒരു പ്രണയക്കെണിയിൽ കുടുങ്ങിയ കാര്യം? മാളു കള്ളച്ചിരിയോടെ ചോദിച്ചു. ആ, പറയണ ഏട്ടത്തി. അല്ലെങ്കിലും അങ്ങേർക്ക് എന്നോട് ക്രഷ് ഉണ്ടെന്ന് ഞാൻ വിനോദിനോടും ഏട്ടനോടും ഗൗരിയേച്ചിയോടെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അങ്ങേരെ കൊണ്ടെന്നെ പറയിപ്പിച്ച് അങ്ങേരെ തേച്ചിട്ട് വരുന്നു പറഞ്ഞതല്ലേ ഞാൻ അവരോടൊക്കെ. അന്നേ വിനോദിനും ഏട്ടനും പറഞ്ഞത് എന്നോട്. ഹാ, ചിന്നു ഒന്ന് നിശ്വസിച്ചു. എന്ത്? മാളു സംശയത്തോടെ ചോദിച്ചു. വേണ്ട ചിന്നു, അപകടത്തിലേക്ക് നിന്റെ പോക്കുന്ന്. എത്ര ശരിയല്ലേ ഏട്ടത്തി. അങ്ങേരെ വീഴ്ത്താൻ നോക്കിയിട്ട് ഞാൻ വീണുപോയില്ലേ. ഇനി ഇതൊക്കെ ഏട്ടന്മാരോട് പറഞ്ഞാൽ എന്നെ ഒന്ന് കളിയാക്കി കൊല്ലും. ചിന്നു നിശ്വസിച്ചു. അത് കണ്ട് മാളു പൊട്ടിച്ചിരിച്ചുപോയി. അവളെ കൂർപ്പിച്ചു നോക്കിയ ചിന്നുവിൻ്റെ ചുണ്ടിൽ അപ്പോഴും ഒരു ചിരിയുണ്ടായിരുന്നു. ആ ചിരിക്കുന്ന പ്രണയത്തിന്റെ മധുരം. അവനായി, ആദിക്കായി വിരിഞ്ഞ പ്രണയത്തിന്റെ നിറമുള്ള പുഞ്ചിരി. രാത്രിയിൽ മുറ്റത്ത് നിന്ന് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കുകയായിരുന്നു ആദി.
ആ നിമിഷം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഒരുവളുടെ മുഖം മാത്രമായിരുന്നു. ഹർഷ, എൻ്റെ കാന്താരി പെണ്ണ്. അവൻ്റെ ചുണ്ടുകൾ പ്രണയത്തോടെ മൊഴിഞ്ഞു. ഹർഷ ആദ്യമായി അവളെ കാണുന്നത് ക്ലാസ് തുടങ്ങി ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ്സിൽ ലേറ്റായി വന്ന ആ പെണ്ണിനെ അന്ന് തന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ബ്ലോക്കിൽ പെട്ടതാ ലേറ്റാവാൻ റീസൺ എന്ന് പറഞ്ഞത്. പുഞ്ചിരിയോടെ ക്ലാസ്സിലേക്ക് കയറി ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് തൊട്ട് പെണ്ണിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു തുടങ്ങി. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നത് കുറവാ. എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്നത് കാണാം. ആദ്യമൊക്കെ ക്ലാസ്സിൽ ശ്രദ്ധിക്കണമെന്ന് പുഞ്ചിരിയോടെ പറഞ്ഞിരിക്കും ഞാൻ. പക്ഷെ വീണ്ടും അതുതന്നെ ആവർത്തിച്ചു. ഇങ്ങനെ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവൾ എന്തിനാ കോളേജിൽ വരുന്നതെന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കി. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന എൻ്റെ ക്ലാസ്സിൽ ഒരുവൾ മാത്രം ഇങ്ങനെ ഉഴപ്പിരിക്കുന്നത് കണ്ടപ്പോൾ അവളോട് ദേഷ്യ തോന്നിയേ. അന്ന് അതുപോലൊരു ദിവസം എൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ അടുത്തിരുന്ന് ശ്രദ്ധയോടെ എന്നെ നോക്കിയിരിക്കുന്ന ഒരു കുട്ടിയെപ്പോലും പഠിക്കാൻ സമ്മതിക്കാതെ ആ കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹർഷയോട് അത്രത്തോളം ദേഷ്യം തോന്നിപ്പോയി. ചോദ്യം പോലും തെറ്റിച്ച് അവളോടന്ന് ഞാൻ ചോദിച്ച്, ക്ലാസ്സിൽ കുറച്ചെങ്കിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അങ്ങനെയല്ല സാർ, ഈ ചോദ്യം തന്നെ തെറ്റാണെന്ന് പറയായിരുന്നില്ലേ അവള്. പക്ഷേ ഒന്നും പറയാതെ എന്നെ മിഴിച്ചു നോക്കി നിൽക്കുക ചെയ്തേ. അത് കണ്ടപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. എന്തൊക്കെയാ അപ്പോൾ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. പക്ഷെ അവളെ കുട്ടികളുടെ മുന്നിൽ അപമാനിക്കപ്പെടാൻ തക്കവണ്ണം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കും അറിയായിരുന്നു. പക്ഷെ എന്നിട്ടും പെണ്ണിൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നില്ല. ഞാൻ ഉറക്കം വരുന്നത് പോലെയാ ക്ലാസ് എടുക്കുന്നതെന്ന്. എൻ്റെ ക്ലാസ് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന്. ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നുപോയി. പഠിപ്പിക്കാൻ തുടങ്ങിയ ശേഷം ഇന്നോളം ഒരു കുട്ടി ഞാൻ എടുക്കുന്നൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല എൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരിക്കാറുണ്ട്. ആദ്യമായിട്ടൊരു കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തോണ്ടല്ലേ. എന്നിട്ട് കുറ്റം എനിക്കും. അപ്പോഴത്തെ ദേഷ്യത്തിന് അവളുടെ ചെവിയിൽ ഊക്കോടെ പിടിച്ചു കിഴുക്കി. എൻ്റെ ക്ലാസ്സിലിരിക്കാൻ താല്പര്യമില്ലെങ്കിൽ മേലാൽ കയറിപ്പോരുതെന്ന് പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോഴാ ഞാൻ എന്താ ചെയ്തതെന്ന് ബോധം വന്നേ. ചെവിയിൽ നിന്നും കൈയെടുത്ത് അറിയാതെ നോട്ടോ അങ്ങോട്ട് പോയി. അവളുടെ ചുവന്ന് കിടക്കുന്ന ചെവി കണ്ട് എന്തിനോ ഉള്ളിലൊരു വിങ്ങൽ നിറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും അവൾക്ക് എന്നോട് വാശിയും ദേഷ്യവും ഒരുപോലെ വന്നിരിക്കാം. ബാഗ് എടുത്തുകൊണ്ട് അപ്പം തന്നെ ഇറങ്ങിപ്പോയി. പക്ഷേ അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കുട്ടികൾ അവളെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ അന്ന് ആദ്യമായിട്ട് എല്ലാവരോടും ഞാൻ ശബ്ദം ഉയർത്തി സംസാരിച്ചു. അവൾ എന്നോട് പറഞ്ഞത് കൂടുതലാണെന്ന് അറിയായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എൻ്റെ ഹൃദയം തന്നെ എന്നെ കുറ്റപ്പെടുത്തി. പിറ്റേന്നു മുതലേ അവൾ എൻ്റെ ക്ലാസ്സിൽ തീരെ കയറാതായി. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഉള്ളിൽ വേദന തന്നെയായിരുന്നു. എന്നെ നോക്കുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന ആ ദേഷ്യം കാണുമ്പോൾ അതിനേക്കാൾ എൻ്റെ ഉള്ളിൽ സങ്കടം വിങ്ങി നിറയും. ക്ലാസ്സിൽ കയറാറില്ലെങ്കിലും അവൾ നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആക്കാറുണ്ടെന്ന് അറിഞ്ഞു. എങ്കിലും അവൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടാവോ? ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ? ഉള്ളിൽ ആദ്യ കയറി. എന്നും അവളെക്കുറിച്ച് മാത്രമായി ചിന്ത. ഒരു കൊച്ചു കുടുംബാ എൻ്റെ. സാധാ ഒരു ഒറ്റ വാർപ്പിട്ട വീടാ. അച്ഛനും അമ്മയും അനിയത്തിയും ഞാനും മാത്രമുള്ളൊരു കുഞ്ഞു കുടുംബം. പക്ഷേ ഒരു വർഷം മുന്നേ അച്ഛൻ ഞങ്ങളെ വിട്ട് ഈശ്വരൻ്റെ അടുത്തേക്ക് പോയേ. ഒരു ആക്സിഡൻറ്റിൽ തളർന്നു കിടപ്പായിരുന്നു 2 വർഷത്തോളമായിട്ട്. കിടന്നിട്ട് അച്ഛനും അടുത്ത് കാണും. അതുകൊണ്ട് കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി കാണും. അച്ഛൻ കിടപ്പിലായപ്പോൾ മുതൽ കുടുംബത്തിൻ്റെ ചുമതല എനിക്കായിരുന്നെങ്കിലും അച്ഛൻ എന്നേക്കുമായിട്ട് ഞങ്ങളെ വിട്ടു പോയപ്പോൾ ഞാൻ തളർന്നു പോയിരുന്നു. പക്ഷേ അമ്മയുടെ അനിയത്തിയുടെ മുഖം മനസ്സിലേക്ക് വന്നതും വീണ്ടും ഒരു ഊർജം കിട്ടിയതുപോലെ. അച്ഛൻ്റെ അമ്മയുടെയും ബന്ധുക്കളുള്ളതും ഇല്ലാത്തതും കണക്കാ. കോളേജിൽ പോകുമ്പോൾ ഒരു സന്തോഷാ. എൻ്റെ കുട്ടികൾ, എൻ്റെ ക്ലാസ് അവർക്ക് അത്ര ഇഷ്ടമാണെന്ന് ഓർക്കുമ്പോൾ അഭിമാനം തോന്നാറുണ്ട്. അനിയത്തി ഇപ്പോൾ +1 ആയതേ ഉള്ളൂ. ഒരു പാവം പെണ്ണാ അവള്. ഐശ്വര്യ, എൻ്റെ അച്ചു. ഒരു വാശിയോ വഴക്കോ ഒന്നുമില്ലാത്തൊരു പാവം കുട്ടി. അമ്മയും പൊതുവെ സൈലൻ്റാ. മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്ന എൻ്റെ അമ്മക്കിളി പൂർണിമ. അത്രയും കാലത്തിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇതുപോലൊരു കാന്താരിയെ കാണുന്നത്. അമ്മയോടും അനിയത്തിയോടും പറഞ്ഞിരുന്നു ഹർഷയുടെ കാര്യം. കേട്ടപ്പോൾ അനിയത്തിയുടെ മുഖത്ത് അത്ഭുതമായിരുന്നു. ഇത്രയും തൻ്റെടികളായ കുട്ടികളൊക്കെ ഉണ്ടാവും ഏട്ടാന്നാ അവള് ചോദിച്ച്. തൻ്റെടി, ഇതുപോലൊരു ജന്തുവിനെ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് മറുപടി കൊടുത്തു. അമ്മ പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. മാപ്പ് പറയണമെന്നും പറഞ്ഞു. ഡെയിലി അവളോട് മാപ്പ് പറയാൻ അവസരം നോക്കി നടക്കും. പക്ഷേ സാധിക്കാറില്ല. പക്ഷെ ഊണിലും ഉറക്കത്തിൽ എപ്പോഴും ആ പെണ്ണിനെ കുറിച്ച് മാത്രം ചിന്തയേറിയപ്പോൾ അവിടെ ഹൃദയം അതിനുള്ള ഉത്തരവും തന്നു കഴിഞ്ഞിരിക്കുന്നു. ആദർശനും പ്രണയം, അതും പഠിപ്പിക്കുന്ന കുട്ടിയോട്. ഞെട്ടലായിരുന്നു ആദ്യം. എൻ്റെ സ്റ്റുഡൻ്റ് അല്ലേ, എന്നിട്ട് ഞാനങ്ങനെ കരുതാൻ പാടുണ്ടോ? സങ്കടം തോന്നി. പക്ഷേ ആ കാന്താരിയെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റിയില്ല തന്നെ കൊണ്ട്. മാപ്പ് പറഞ്ഞപ്പോൾ ആ മുഖത്തൊരു വിജയച്ചിരിയായിരുന്നു. എന്നെ മുട്ടുകുത്തിച്ചില്ലേ അതാവും. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരിക്കുന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മിക്കതും ഉത്തരം പറയും. അവൾക്ക് അറിയില്ലെങ്കിലും ദേഷ്യപ്പെടാൻ തോന്നാറില്ല. കുറുമ്പ് വല്ലാതെ കൂടുമ്പോൾ ദേഷ്യപ്പെട്ടു പോവും. പക്ഷെ ആരും കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അല്ലെങ്കിൽ വീണ്ടും പിണങ്ങിയാലോ എന്ന് ഭയന്നു.
അല്ലെങ്കിലും എന്നോട് അവൾക്ക് അത്ര താല്പര്യമൊന്നുമില്ലാന്ന് ഇതിനോടകം വേദനയോടെ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ക്ലാസ്സിൽ അശ്വിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചിരിച്ചു സംസാരിക്കുന്ന അവളെ കണ്ട് മുഖം വീർത്തുപോയി. ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ തോന്നിപ്പോയി. വെറും പൈങ്കിളിയാവുന്നുണ്ടോ ഞാൻ അറിയില്ല. പക്ഷേ ഒരു കൗമാരക്കാരനുള്ളിൽ നിന്ന് പുറത്ത് ചാടുന്നത് പോലെ. എന്റെയാ, അവനെന്തിനാ അവളോട് ഇങ്ങനെ കടുക്കുന്നെന്നെല്ലാം ആ കൗമാരക്കാരൻ പരിഭവം ചോദിക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ പരിഭവം അവളോടും കാണിക്കാൻ തുടങ്ങി. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൾ എന്നെ നോക്കാൻ തുടങ്ങിയപ്പോഴാ ഞാൻ അലിഞ്ഞില്ലാതായി പോയതുപോലെ തോന്നിയത്. അവളുടെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറയുന്നു. അവൾക്കും എന്നോടൊരു കുഞ്ഞിഷ്ടമുള്ളതുപോലെ തോന്നുന്നു. ഇന്ന് അവൾ അശ്വിൻ്റെ കൂടെ വീണ്ടും കണ്ടപ്പോൾ ദേഷ്യം വന്നുപോയി. ഒരു കാന്താരിയല്ലേ അവള്? എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞൂടെ? എനിക്ക് അങ്ങോട്ട് പറയാൻ മടിയായിട്ടല്ലേ? ഓർമ്മകളിൽ നിന്നും തിരികെ വന്നുകൊണ്ട് ആദ്യം ഒന്ന് നിശ്വസിച്ചു. അശ്വിനോട് അവൾ അടുക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഉള്ളിലൊരു പേടി, അവനെങ്ങാനും അവളെ സ്നേഹിച്ചു പോവോന്ന്. അവൻ ദീർഘനിശ്വാസം വിട്ടു. ഇല്ല, ഇനിയും പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് അവളെ നഷ്ടപ്പെട്ടേക്കാം. കഴിയില്ല എനിക്കതിന്. അവൻ ചിന്തയോടെ ആകാശത്തേക്ക് നോക്കി. ഒരു ഒറ്റ നക്ഷത്രം തന്നെ നോക്കി കണ്ണു ചിമ്മുന്നത് പോലെ. പണ്ടത്തെ ആളുകൾ പറയുന്നത് പോലെ മരിച്ചുപോയവര് ആകാശത്ത് നക്ഷത്രങ്ങളായി പ്രത്യക്ഷപ്പെടുമെങ്കിൽ എന്നെ നോക്കുന്ന ആ നക്ഷത്രം അതെൻ്റെ അച്ഛനായിരിക്കും. അവൻ നിറഞ്ഞ കണ്ണുകളോടെ ആ താരകത്തെ നോക്കി പുഞ്ചിരിച്ചു. അച്ഛാ, അച്ഛൻ്റെ ആദി അവളെ കൂടെ കൂട്ടിക്കോട്ടെ. പ്രണയിച്ചു പുറകെ നടക്കാനൊന്നുമല്ല. ഇഷ്ടം തുറന്നു പറഞ്ഞ് കൂടെ കൂട്ടിക്കോളാം ഞാൻ. മറക്കാൻ കഴിയുന്നില്ല എനിക്ക് അവളെ. അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ആ നക്ഷത്രം ഒന്ന് മിന്നിക്കെട്ടു. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. തോളിൽ ഒരു കരസ്പർശം അവനറിഞ്ഞു. അമ്മ. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ വിളിച്ചു. എന്തിനും അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവും ആദി, അമ്മയുടെ പ്രാർത്ഥനയും. പൂർണിമ വാത്സല്യത്തോടെ പറഞ്ഞു. ആദ്യം അവരെ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. പൂർണിമ മാത്രമല്ല, അച്ചു ഉണ്ട് കൂടെ. താൻ അച്ഛനോട് പറഞ്ഞത് അവർ രണ്ടാളും കേട്ട് കാണുമെന്ന് അവന് മനസ്സിലായി. തെറ്റാണോ അമ്മേ? അവൻ ചോദിച്ചു. ഒരാളോട് ഇഷ്ടം തോന്നുന്നത് എങ്ങനെ ആദ്യം തെറ്റാവുന്നേ? ഒരിക്കലും തെറ്റല്ല. അവരവന്റെ കവിളിൽ തലോടി. അവള് വലിയ വീട്ടിലെ കുട്ടിയാണെന്ന് തോന്നുന്നു അമ്മേ. നമ്മളെ ഇഷ്ടാവോ? ഇത്തവണ അവന്റെ ശബ്ദത്തിൽ ആകുലതയായിരുന്നു. ആദ്യം നിന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാതി. ബാക്കിയെല്ലാം പിന്നീടുള്ള കാര്യങ്ങളല്ലേ. അവര് പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ ആദിയുടെ ചുടികളും ഒന്ന് വിടർന്നുപോയി. നാളെ പറയണം അമ്മ. അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. അവന്റെ മുഖം ചെറുതായൊന്ന് ചുവന്നു. പൂർണിമ അവനെ ചിരിയോടെ നോക്കി. അതിന് ഹർഷേച്ചിക്ക് ഏട്ടനോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവും ഏട്ടാ. ഒന്നുമില്ലെങ്കിലും അത്രയും പിള്ളേരുടെ മുന്നിലിട്ട് ഏട്ടനാ ചേച്ചിയുടെ ചെവിക്ക് പിടിച്ചതല്ലേ, ആ ദേഷ്യം കാണും. അച്ചു സംശയത്തോടെ പറഞ്ഞു. ആദ്യം അവളെ കൂർപ്പിച്ചു നോക്കി. പോടി, അല്ലെങ്കിൽ അന്നത്തെ സംഭവത്തിന് ശേഷം എപ്പോൾ അവളുടെ ചെവിയിലേക്ക് നോട്ടം പോയാലും സങ്കടാ. നീ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്തല്ല അച്ചു, അവൻ ദയനീയമായി പറഞ്ഞു. അത് കേട്ട് പൂർണിമയും അച്ചു അവനെ ചിരിയോടെ നോക്കി. തുടരും.